എങ്കിൽ പിന്നെ സമയമായില്ലേ, നിങ്ങൾ പുറപ്പെടാൻ നോക്കുക. ആ അധികം വരും. പ്രിയങ്ക താൻ വലിയ വലിയ ആളുകളെ കൊണ്ടുപോക്കാം. ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു പോയിക്കോളാം. വരൂ. പോയിട്ട് പോകാൻ പോണേ. അച്ഛന് സന്തോഷായില്ലേ? പക്ഷെ അച്ഛൻ ഒന്ന് ഓർത്തോ, സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അനുഗ്രഹിച്ച് യാത്രയാക്കിയില്ലേ, അത് പൂർത്തിയാവില്ല. കാരണം എന്റെ ചങ്ങി കുത്തിയ യാത്ര. എന്റെ കൃഷ്ണ, നല്ലത് മാത്രം എടുത്തു. പൂജയിൽ പങ്കെടുത്ത പിന്നെ ഒരിക്കലും ആ സിനിമയിൽ നിന്ന് മാറാൻ പറ്റില്ല. ഇപ്പൊ വിളിച്ചു പറഞ്ഞാലും ഇന്ദ്രജിത്തിനെ കൊണ്ട് എനിക്ക് സമ്മതിപ്പിക്കാൻ പറ്റും. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? എന്റെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? എന്റെ അച്ഛന്റെ വാക്കുകൾ അനുസരിച്ചാ എനിക്ക് ശീലം. എന്റെ ജീവിതം താൻ ഇല്ലാതാക്കുന്നത്. വരുണ്ട ജീവിതം വരുണ്ട കയ്യിലല്ലേ? അല്ല, നിനക്ക് എന്റെ ജീവിതം നന്നാക്കാനും പറ്റും, നശിപ്പിക്കാനും പറ്റും. രാധിക ഇങ്ങനെ കരുതി കൂട്ടി എന്നേക്കുമായിട്ട് താൻ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോവാണെങ്കിൽ താൻ വിചാരിക്കും പോലെ പ്രിയങ്കയെ മൊത്ത് എനിക്കൊരു നല്ല ജീവിതം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ എവിടേക്കെങ്കിലും അങ്ങ് പോവും. പിന്നീട് ഒരിക്കലും തിരിച്ചു വരാനും പോണില്ല. അപ്പൊ തനിക്ക് വിഷമം തോന്നുമോ? കുറച്ച് വേഗം പോകാം. പൂജയ്ക്ക് മുമ്പ് എനിക്ക് അവിടെ എത്തണം. എടോ, പ്രിയങ്ക ഞാൻ നിർബന്ധിച്ച് എന്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞയക്കല്ലോ. അവള് ചോദിക്കുന്ന പണം കൊടുത്ത്, അവള് ചോദിക്കുന്ന അവസരം ഉണ്ടാക്കി കൊടുത്ത് സന്തോഷത്തോടെ പടിയിറങ്ങി പോകുന്നതല്ലേ? അങ്ങോട്ടുള്ള വഴി ഇത് തന്നെയാണോ? ദൂരം കൂടിയതുപോലെ. എടോ, സത്യത്തിൽ ഇന്ന് ആ സിനിമയുടെ വിളക്ക് കൊളുത്തുമ്പോ എന്റെ മനസ്സിൽ കൊളുത്തി വെച്ചിരിക്കുന്ന ഒരു വിളക്കങ്ങ് അണഞ്ഞു പോവാ. ഒന്ന് ശല്യപ്പെടുത്താതിരിക്കോ? ഞാൻ ആ പൂജയുടെ കാര്യം മനസ്സിലിങ്ങനെ. പൂജ പൂജ പൂജ, വേറെ ഒന്നും എനിക്ക് പറയാനില്ലേ? ഒരാളെ ഇങ്ങനെ ജീവനോട് ദീർഘിക്കുന്നത് രസം പിടിച്ചു പോയല്ലേ? ശരി, ഞാനിവിടെ ഇറങ്ങിക്കോളാം. ഏതെങ്കിലും വണ്ടി വിളിച്ചു പോയിക്കോളാം. എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട. ശരി, ഞാൻ സംസാരിക്കുന്നില്ല. നമുക്ക് പോവാം. താൻ പറഞ്ഞ വലിയ മാറ്റം ഉണ്ടല്ലോ, സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന വലിയ മാറ്റം. അത് ഞാൻ മനസ്സിലാക്കിയല്ലേ പറ്റൂ. വേദനിക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ അഭിനയിക്കാൻ പോവാ. നിനക്കറിയാതെ അഭിനയിക്കാൻ പഠിക്കാൻ പോവാ. ഇനി എന്തൊക്കെയാ അമ്മ ഇവിടെ നടക്കുന്നത്? കണിമംഗലത്ത് കയറി വന്നൊരു പെൺകുട്ടിയെ സിനിമയിൽ അഭിനയിക്കാൻ സമ്മതിച്ചത് തന്നെ വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു കാര്യം. പക്ഷേ എല്ലാവരെയും വരുൺ സമ്മതിപ്പിച്ചു. എന്നിട്ടിപ്പോ നടക്കുന്ന എന്താ? പ്രിയങ്കയ്ക്ക് പകരം അഭിനയിക്കാൻ പോകുന്നത് രാധിക. ഈ സിനിമാക്കാർക്ക് വേറെ പണിയൊന്നുമില്ലേ? ആ കുപ്പയിൽ കിടക്കുന്ന പെണ്ണിനെയാണോ സിനിമയിൽ അഭിനയിക്കാൻ കൊണ്ടുപോകുന്നത്? എന്തായാലും ഉർവശിയെ തേടി ആരും വന്നില്ലല്ലോ. ഇതിനൊക്കെ ഒരുങ്ങിക്കെട്ടി നടന്നാല് എന്റെയും കൽപ്പനയുടെയും പിന്നാലെയും ഒക്കെ ആളുകൾ വരും. പക്ഷെ ഞങ്ങൾ എന്താ ആലോചിക്കുന്നത്? ഞങ്ങൾ കണിമംഗലത്തെയാണ്. കണിമംഗലത്തെ അന്തസ് സൂക്ഷിക്കേണ്ടവരാണ്. എന്നൊക്കെയാ എന്താ കൽപ്പന? ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന നല്ലതാ. അത്രയെങ്കിലും മനസ്സിലുണ്ടാവുമല്ലോ. അല്ല, ഇന്നല്ലേ സിനിമയുടെ പൂജ എന്ന് പറഞ്ഞത്? ആ, അപ്പൊ ഇന്നറിയാം പ്രിയങ്കയാണോ രാധികയാണോ അഭിനയിക്കാൻ പോകുന്നതെന്ന്.
എത്രയാ ചേട്ടാ? 100. വരുൺ എവിടെയാ പ്രിയങ്കെ? ഇന്നല്ലേ സിനിമയുടെ പൂജ? പൂജയിൽ പങ്കെടുക്കേണ്ടവര് പോയിട്ടുണ്ട്. വരുൺ തന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. ചേച്ചി അഭിനയിക്കാൻ തീരുമാനിച്ചു. അച്ഛൻ സമ്മതവും കൊടുത്തു. വരുൺ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഇതെന്ത് പണിയാ ഈ കാണിക്കുന്നേ? പ്രിയങ്കെ, നീ സമ്മതിച്ചു കൊടുത്തോ ഇതെല്ലാം? അമ്മ, ഞാൻ എന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരേ ഒരു കാര്യമോ ഇത്. എത്ര കരഞ്ഞ് കാല് പിടിച്ചിട്ടാ വരുൺ സമ്മതിച്ചെന്നറിയോ? അച്ഛനും അമ്മയും മുത്തശ്ശിയും സമ്മതിക്കാൻ ഞാൻ എത്ര പൊരുതിയെന്നറിയോ? ആ ഡയറക്ടറുടെ മുൻപിൽ ചെന്നപ്പോ എത്ര നന്നായിട്ടാ ഞാൻ പെർഫോം ചെയ്തെന്നറിയോ? എന്നിട്ടും എന്റെ ഭാഗ്യം ഇല്ലാതാക്കി കളഞ്ഞല്ലോ. മോളെ, ചേച്ചി എപ്പോഴും ഇങ്ങനെയാ, പാവത്തിനെ പോലെ നടക്കും. എനിക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവുന്നത് ചേച്ചിക്ക് സഹിക്കില്ല. ഞാൻ കണിമംഗലത്ത് വന്നതും ഇത്രയും വലിയ അവസ്ഥയിൽ ജീവിക്കുന്ന ഒന്നും ചേച്ചിക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ പറയരുത് മോളെ. നിന്റെ ജീവിതത്തിന് വേണ്ടി അവള് പ്രാർത്ഥിക്കുന്നതും കഷ്ടപ്പെടുന്നതും ഒക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ. അല്ല, അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത്? പ്രിയങ്കയുടെ ജീവിതത്തിന് വേണ്ടി രാധിക ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന്. പ്രിയങ്ക ജീവിക്കുന്നത് കണിമംഗലത്തല്ലേ, അതിന് അവൾക്ക് എന്ത് കഷ്ടപ്പാട്? ഇക്കാര്യത്തിൽ അമ്മ അവളെ ന്യായീകരിക്കണ്ട. അമ്മ ഒറ്റപ്പെട്ടു പോവുള്ളൂ. ചേച്ചി എല്ലാവർക്കും ഇഷ്ടമാണ്. ചേച്ചി എല്ലാത്തിനും കൂട്ടുപിടിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെയാണല്ലോ. അപ്പൊ ചേച്ചി പറയുന്നതും ഭഗവാൻ പറയുന്നതും ഒരുപോലെയാണെന്നാ എല്ലാരും ചിന്തിക്കുന്ന. സൂത്രത്തില് ചേച്ചി കാര്യം നടത്തിയെടുക്കുകയും ചെയ്യും. മോളെ, നീ പറയുന്ന കേട്ടിട്ട് സങ്കടം തോന്നുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ലല്ലോ. എന്ത് കാര്യം അല്ലാന്ന്? ഇതിപ്പോ വരുൺ വിചാരിച്ചാൽ മുടക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. രാധിക അഭിനയിക്കണ്ടെന്ന് വരുൺ തീരുമാനിച്ച വരുണിന്റെ കൂട്ടുകാരൻ പിന്നെ അവളെ സിനിമയിൽ അഭിനയിപ്പിക്കൂ? ആ, പക്ഷേ വിചാരിക്കണം. സത്യം പറഞ്ഞ ഇതിനിടയിൽ കൃത്യമായ കളി കളിക്കുന്നത് വരുണ. എങ്ങനെയെങ്കിലും പ്രിയങ്കയെ ദ്രോഹിക്കണം. അതാ വരുണിന്റെ ഉദ്ദേശം. ഉർവശി, ആളി കത്തുന്ന തീയിൽ എണ്ണ ഒഴിക്കണ്ട. എണ്ണ ഒഴിക്കേണ്ട ഒരു കാര്യമില്ല മുത്തശ്ശി. ഇത് കണിമംഗലത്തിന്റെ അടിത്തളത്തിൽ തീ ഉണ്ടാക്കുന്ന കാര്യം. അമ്മ, ചേച്ചി അഭിനയിച്ചോട്ടെ, പേരെടുത്തോട്ടെ. ഞാനിവിടെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി കഴിഞ്ഞോളാം. വരുണിപ്പോ എന്നെ തീരെ ഇഷ്ടമല്ല. പതുക്കെ പതുക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമല്ലാതാവും. അത് കഴിഞ്ഞ് ചിലപ്പോ എല്ലാവരും കൂടി എന്നെ ഇവിടുന്ന് അടിച്ചിറക്കും. മോൾ എന്താ പറയുന്നേ? അങ്ങനൊന്നും ഇവിടെ ആരും ചിന്തിക്കുന്നില്ല. ഞാനേ രാധിക മോളെ ഒന്ന് വിളിച്ചു നോക്കാം. അവളുടെ തീരുമാനം മാറ്റാൻ ഞാൻ പറഞ്ഞു നോക്കാം. ആ, അത് ശരിയാ. അമ്മ അവൾക്ക് വലിയ ബഹുമാനമാണല്ലോ. ദൈവത്തിന്റെ സ്ഥാനത്താ കാണുന്നത് എന്നൊക്കെ അവള് പറഞ്ഞിട്ടുമുണ്ട്. അമ്മ പറയുന്നത് അവൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ അവള് നല്ല പെൺകുട്ടിയാണെന്ന് നമുക്ക് കരുതാം. അല്ലെങ്കിൽ പ്രിയങ്ക പറയുന്ന പോലെ അവള് ഒരു സ്വാർത്ഥയാ. പ്രിയങ്കെ, നീ സമാധാനിക്ക്. അമ്മ കാര്യമായിട്ട് പറഞ്ഞ അവൾ അതനുസരിക്കും. അഥവാ അവൾ അനുസരിച്ചില്ലെങ്കിൽ രാധികയ്ക്ക് കണിമംഗലത്തുള്ള ബന്ധം അതോടെ അവസാനിക്കും.
ഈ പടി കയറാൻ അവളെ സമ്മതിക്കരുത്. അതായിരിക്കണം അമ്മയുടെ തീരുമാനം. വിഷം, സീൻ നമ്പർ 18 അമ്മയും മകളും ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന ഒരു ഇൻസിഡൻ്റ് ഇല്ലേ, അത് നമുക്കൊന്ന് മാറ്റി എഴുതേണ്ടി വരും. ഐ മീൻ, ഒരുപാട് കാലത്തെ തിരച്ചിലിനൊടുവിൽ അമ്മ മോളെ കാണുന്ന സീനല്ലേ. സോ ഇമോഷൻസ് കുറച്ചുകൂടി ഹൈ ആക്കണം നമുക്ക്. പക്ഷെ സിറ്റുവേഷൻ്റെ ജെനുവിനിറ്റി നമുക്ക് നഷ്ടപ്പെടുത്താനും പാടില്ല. ഓക്കെ സാർ. സിനിമയിൽ അഭിനയിക്കാൻ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു. വേണ്ടപ്പെട്ട ഒരാളുടെ അനുവാദം വാങ്ങിക്കാൻ താൻ മറന്നു. ഭർത്താവിൻ്റെ. എൻ്റെ താലി എഴുതിലുണ്ടല്ലോ. അതോ ഉയരങ്ങളിലെത്തിയപ്പോൾ അത് വലിച്ചു പൊട്ടിച്ചോ? അത് കളയില്ലാന്ന് എനിക്കറിയാം. അതാണ് എൻ്റെ കോൺഫിഡൻസ്. അനുഗ്രഹം ചോദിക്കണ്ട. ബാ. പാടോ. ആ ഹായ് വരുൺ. ഹായ്, ഗുഡ് മോർണിംഗ്. ഹലോ, നമസ്കാരം. ഒരു കാര്യം, ഫോട്ടോസ് എടുക്കുന്നതിൽ വിരോധമൊന്നുമില്ല. ആരും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യരുത്. ഓക്കെ? പ്രിയങ്ക വന്നില്ലേ? ഓ ഇല്ല, പ്രിയങ്കയ്ക്ക് നല്ല സുഖമില്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അയാളുടെ പരാതി നമ്മൾ പരിഹരിക്കുന്നുണ്ട്. വാ. ശരി. തിരുമേനി, ഇതാണ് നമ്മുടെ പുതിയ ഹീറോയിൻ രാധിക. നമസ്കാരം. എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. കണിമംഗലത്തെ. അതെ, കണിമംഗലം പരമേശ്വരന് മകൻ. നന്നായി. ഇത് ഭാര്യയാണല്ലേ? അല്ല, എന്റെ അനിയത്തിയുടെ ഭർത്താവ്. ഓ, ഞാൻ തെറ്റിദ്ധരിച്ചു. വെറുതെ ടെൻഷൻ ഒന്നും വേണ്ട, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. മേഡം, മേഡത്തിന്റെ സീറ്റ് ഇവിടെയാണ്. എനിക്കെന്തിനാ പ്രത്യേകിച്ചൊരു സീറ്റ്? നിങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കുന്നത്, അവിടെ ഞാൻ ഇരുന്നോളാം. രാധിക, ഈ ഫീൽഡ് രാധികയ്ക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ്. ആദ്യമായിട്ട് കടന്നു വരുമ്പോൾ ഇങ്ങനെയുള്ള വാചകങ്ങൾ സ്ഥിരം കേൾക്കുന്നതാണ്. 2-3 ദിവസം കഴിയുമ്പോൾ സൗകര്യങ്ങളുടെ പേരിൽ ഇവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ വന്നതല്ലല്ലോ സർ. ഈ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നതിന് വേറെ ലക്ഷ്യങ്ങളുണ്ട്. ഞാൻ തന്നെ ആയിരിക്കും സർ അവസാനം വരെ. Then it is good. നമ്മുടെ പ്രൊഡ്യൂസർ എയർപോർട്ടിൽ നിന്ന് വന്നോണ്ടിരിക്കുക. അദ്ദേഹം വന്നിട്ട് നമുക്ക് പൂജ തുടങ്ങാം. ഓക്കെ? മോളുടെ പേരെന്താ? രാധിക. ഒരു മിനിറ്റ്. ഹലോ മോളെ. അമ്മേ, ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് കരുതിയിരിക്കായിരുന്നു. പോരുന്നതിന് മുൻപ് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. സമയക്കുറവുകൊണ്ട് ഒന്നിനും പറ്റിയില്ല. അമ്മയ്ക്കിപ്പോഴും മോളുടെ ഈ തീരുമാനം വിശ്വാസം വന്നിട്ടില്ല കേട്ടോ. എന്ത് ചെയ്യാനമ്മേ,
അങ്ങനെ തീരുമാനിക്കേണ്ടി വന്നു. മോളെ, അമ്മ ഒരു കാര്യം പറയട്ടെ. ആ. ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ച കാര്യം നടന്നില്ല എന്ന് പറഞ്ഞ് പ്രിയങ്ക വല്ലാത്ത കരച്ചില്ല. എന്തും വിട്ടുകൊടുക്കുന്ന ആളായിട്ടാ അമ്മ മോളെ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നിട്ട് ഇക്കാര്യത്തിൽ മാത്രം നിനക്ക് എന്താ സംഭവിച്ചേ? അമ്മ വിളിച്ചത് മോളും മോളുടെ അനുജത്തിക്ക് വേണ്ടി നല്ലൊരു തീരുമാനം എടുക്കണം. മോള് ഈ സിനിമയിൽ നിന്ന് പിന്മാറണം. ഈ അവസരം പ്രിയങ്ക മോൾക്ക് കൊടുക്കണം. അമ്മ, ഇവിടെ എല്ലാം തയ്യാറായി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ പൂജ നടക്കും. ഇനി എനിക്കൊരു തീരുമാനം മാറ്റി പറയാൻ പറ്റില്ല. അമ്മ മോളോട് ആദ്യമായിട്ടാ ഇങ്ങനൊരു കാര്യം അപേക്ഷയായിട്ട് പറയുന്നേ. അത് തള്ളിക്കളയുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അമ്മേനെ നിർബന്ധിക്കരുത്. എന്നെങ്കിലും ഒരിക്കൽ ഇതിന്റെയൊക്കെ കാരണം ഞാൻ അമ്മയോട് പറയും. ഓ, നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിന്റെ കാരണങ്ങളൊന്നും എനിക്ക് കേൾക്കണമെന്നില്ല. നിന്നെ ചിലർ കുറ്റം പറയുന്നത് കണ്ടപ്പോ രാധിക മോൾ അങ്ങനെ ആയിരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. അതെന്റെ ഒരു ഉറച്ച വിശ്വാസമായിരുന്നു. അത് നീ തകർത്തല്ലോ. അത് കുഴപ്പമില്ല മോളെ. ശരി മോളെ, ഞാൻ ഫോൺ വെക്കുക. ചേച്ചി എന്താ പറഞ്ഞമ്മേ? രാധിക ഈ സിനിമയിൽ അഭിനയിക്കും. അതിൽ ഒരു മാറ്റമില്ലെന്ന് അവള് പറഞ്ഞത്. ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായോ? അമ്മ പറഞ്ഞ വാക്കിനെ പോലും എത്ര നിസ്സാരമായിട്ടാ ചേച്ചി തട്ടിമാറ്റിയ. ഇത് മനസ്സിലാക്കിയിട്ട അമ്മ ചേച്ചിയോട് ഒരു അല്പം അകലം കാണിച്ച് ഞാൻ മാറി നിന്നത്. ചേച്ചി ചതിക്കും. അതാർക്കും മനസ്സിലാവാത്ത സമയത്തായിരിക്കും എന്ന് മാത്രം. അമ്മ നോക്കിക്കോ, അതിന് വിട്ട് ചേച്ചിയെ സ്നേഹിച്ചതിനുള്ള കൂലി ചേച്ചി കരുതി വെച്ചിട്ടുണ്ടാവും. അമ്മയ്ക്കും അച്ഛനും വൈകാതെ അത് മനസ്സിലാവും. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് രാധിക മോളത് തട്ടിക്കളയൊന്നും ഞാൻ കരുതിയില്ല. ആ, വലിയ സ്ഥലത്തല്ലേ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ എന്റെ വാക്ക് കേട്ടാലെന്താ, തട്ടിക്കളഞ്ഞാലെന്താ? ഇനി സിനിമയിൽ അഭിനയിച്ചാലും ചേച്ചി കൂളായിട്ട് ഇവിടെ കയറി വരും. അമ്മയോടും മുത്തശ്ശിയോടും ഒക്കെ ശ്രീകൃഷ്ണ ഭക്തിയുടെ കഥകൾ പറയും. അപ്പൊ പിന്നെ ചേച്ചിയെ കൈകൂപ്പി തൊഴാതെ വേറെ മാർഗമില്ലല്ലോ. ഇനി ഇങ്ങോട്ട് വരട്ടെ. പറയാനുള്ളത് എന്താണെന്ന് ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട്. ഇങ്ങോട്ടില്ലാത്ത കരുതലൊന്നും അങ്ങോട്ടും വേണ്ടെന്ന എന്റെ തീരുമാനം. ചേച്ചി ചേച്ചി നോക്കിക്കോ, അമ്മയുടെ മനസ്സിൽ വന്ന ഈ മാറ്റം ഇവിടെയുള്ള ഓരോരുത്തരുടെ മനസ്സിലും ഞാൻ കൊണ്ടുവരും. കൊണിമംഗലത്ത് രാധിക ഇനി കാലുകുത്താൻ പാടില്ല. അതിവിടെ എല്ലാവരും കൂടി തീരുമാനിക്കും. ഞാൻ തീരുമാനിപ്പിക്കും. ആറ്റുവാശ്ശേരിയിൽ, കണിമംഗലത്ത്, നാട്ടിൽ രാധികയെ സ്നേഹിക്കുന്ന ഒരാൾ പോലും ബാക്കിയുണ്ടാവാൻ പാടില്ല. ഇനി അതെന്റെ തീരുമാനം. എന്റെ അവസരം തട്ടിയെടുത്തവള് ഞാൻ എറിയുന്ന കുരുക്കിൽ തന്നെ കഴുത്ത് വെച്ച് തരണം. കൊല്ലണം എനിക്ക്. നമ്മുടെ ഹീറോ ദാ വരുന്നുണ്ട്.